വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 261 ഒരു പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമേ ഇക്കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരാനായിട്ട്, നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും വിശ്വാസത്തിൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുവാനും അത് ഹൃദയത്തിൽ ഗ്രഹിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. അമ്മേ മാതാവേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസസംബന്ധമായ ചില സംശയങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ചില ആൾക്കാർ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ട്. അക്കൂട്ടരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനായിട്ട്. നിരീശ്വരവാദികൾ, ക്രിസ്തു മതത്തിൽ നിന്നും വിട്ടുപോയിട്ടുള്ളവർ, കർത്താവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കാതെ കർത്താവ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള പല വ്യക്തികളുടെ ഗ്രൂപ്പുകളും ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്: കത്തോലിക്ക തിരുസഭയിൽ ബഹുദൈവ ആരാധനയാണ് നടക്കുന്നത്. പിതാവായ ദൈവത്തെ ആരാധിക്കുന്നവർ, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്നവർ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുന്നവർ, മാതാവിനെ ആരാധിക്കുന്നവർ, വിശുദ്ധരെ ആരാധിക്കുന്നവർ, ഇത്തരത്തിൽ ബഹുദൈവ ആരാധന നടത്തുന്ന സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ബഹുദൈവ ആരാധന നടത്തുന്ന സഭയാണ് കത്തോലിക്ക തിരുസഭ. വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുകയാണ് സഭ ചെയ്യുന്നത്. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുകയും എന്നാൽ ബഹുദൈവ ആരാധന നടത്തുകയും ചെയ്യുന്ന സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെ, നമ്മുടെ വിശ്വാസികളെ ഒക്കെ വഴിതെറ്റിക്കുന്ന ഒരു ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരക്കാരെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് കൂടെ അല്ലാതെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ചിടത്തോളം കേന്ദ്ര രഹസ്യമാണ്. അത് വെളിപ്പെടുത്തണമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വാസമുറപ്പിച്ച് ഏകദൈവം ആർക്ക് മനസ്സാകുന്നുവോ അവർക്ക് മാത്രമേ ഈ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്ത കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വം എന്ന് ബൈബിളിൽ പറയുന്നില്ല എങ്കിലും ബൈബിളിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, അവർ ഒരേ പ്രവർത്തനം നടത്തുന്നവരാണ്, അവർ ഒന്നിച്ചാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പിതാവായ ദൈവം സൃഷ്ടിയുടെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏശയ്യാ പ്രവാചകൻ ഉൾപ്പെടെ ധാരാളം പ്രവാചകന്മാർ, ധാരാളം പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഒരു രക്ഷകൻ വരുമെന്നും അവൻ തൻ്റെ സഹനത്തിലൂടെ, പീഡനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ പുതിയ ലോകത്തെ തന്നെ വീണ്ടെടുക്കുമെന്നും ലോകത്തിൻ്റെ രക്ഷ പ്രദാനം ചെയ്യുമെന്നും പഴയ നിയമത്തിൽ നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പ്രവാചകന്മാരുടെ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. തുടർന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ യാതൊരുവിധ സംശയത്തിനും നമുക്ക് വകവയ്ക്കാതെ അവിടെ പുതിയ നിയമത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നല്ല, അവർ ഒന്നിച്ചാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് കാണാൻ സാധിക്കുക ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 തിരുവചനങ്ങളിലാണ്. അവിടെ നമ്മൾ കാണുന്നത് മാതാവിൻ്റെ അടുത്ത് പോയി മംഗളവാർത്ത പറയുന്ന മാലാഖയും മാതാവും തമ്മിലുള്ള സന്ദർഭമാണ്.
ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, മാതാവ് ആദ്യമേ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മാനുഷികമായ കണ്ണുകളിലൂടെയാണ്, അല്ലെങ്കിൽ മാനുഷികമായ കാതുകളിലൂടെയാണ് ആ കാര്യങ്ങൾ കേൾക്കുന്നത്. അതായത് മാലാഖ വന്നിട്ട് പറയുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ കന്യകയാണ് എന്നൊക്കെ മാതാവ് പറയുന്നുണ്ട്, മാനുഷികമായി പറയുക. പക്ഷേ മാലാഖ അത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതാവിൽ വന്ന് നിറയുന്ന സമയത്ത് മാതാവിന് ആ കാര്യങ്ങൾ ദൈവിക രഹസ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-35 വാക്യങ്ങൾ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണിച്ചു തരികയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചാണ് എന്നുള്ളതിന് ബൈബിളിൽ പുതിയ നിയമം നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നെയും ഉണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ. അവിടെ നമ്മൾ കാണുന്നത് സ്നാപയോഹന്നാൻ്റെ കരങ്ങളിൽ നിന്ന് മാമുദിസ സ്വീകരിക്കുന്ന യേശുവിനെയാണ്. ആ മാമുദിസ സ്വീകരിക്കുന്ന സമയത്ത് യേശു മാമുദിസ സ്വീകരിച്ച് കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വചനഭാവം ഒന്ന് വായിക്കാം. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. എത്ര മനോഹരമായിട്ടാണ് ആ സന്ദർഭം നമുക്ക് വിവരിച്ചു തരുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവർ ഒന്നാണെന്നുള്ളത്. യോഹന്നാൻ്റെ കരയിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച കർത്താവ് കയറി വരുമ്പോഴത്തേക്കും സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലിലേക്ക് എഴുന്നള്ളി വരുന്നു. ആ സമയം പിതാവായ ദൈവം അവിടുന്ന് ഉച്ചസ്വരത്തിൽ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് വീണ്ടും നമുക്ക് വചനം കാണിച്ചു തരികയാണ്. ഇത്തരത്തിൽ ബൈബിളിലെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ വിശദമായി തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വത്തിൽ ഒന്നാണ് എന്ന്, ത്രിത്വം എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ മൂന്നുപേരും പ്രവർത്തനത്തിൽ ഒന്നാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വിശിഷ്ട നിധിയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളും നമുക്ക് ലഭിച്ചിരിക്കുന്ന വാമൊഴിയായും വരമൊഴിയായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് കത്തോലിക്ക സഭ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പഠനമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്നുള്ളത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും പരിശുദ്ധ ത്രിത്വത്തെ പറ്റി നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൻ്റെ 253 ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറയുന്നത്: ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏക ദൈവത്തിലാണ്, ഏക സത്തയോട് കൂടിയ ത്രിത്വത്തിലാണ്. 3 ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയുമല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവും പുത്രനും. അതാത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ് നമുക്കുള്ളത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ സ്വഭാവത്തിൽ പലതാണെങ്കിലും അവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് ഏക ദൈവമാണ്. ദൈവത്വത്തിൽ അവർ ഒന്നാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും ചേർന്ന ഏക ദൈവത്തിലാണ് കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുന്നത്. സഭ നമുക്കുള്ള എല്ലാ പ്രാർത്ഥനകളും, ഒരു കുട്ടി ജനിച്ച് അവൻ മരിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിലും, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പുരോഹിതൻ നമുക്ക് ആശീർവാദം തരുന്നത്, നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, വിശുദ്ധ ബലിയർപ്പണത്തിൽ പുരോഹിതൻ നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അതായത് 3 സ്വഭാവങ്ങളിൽ ഏക ദൈവമാണ് നമുക്കുള്ളതെന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പഠനത്തിൻ്റെ ബോധ്യത്തോടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ബഹുദൈവ ആരാധനയാണെന്നോ, പല ദൈവങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹാരാധകരാണെന്നോ പല രീതിയിൽ പലരും സംസാരിക്കുമ്പോൾ നമ്മളവിടെ നിസ്സംഗതരായി പോകുന്നത് നമ്മളിലുള്ള വിശ്വാസ രാഹിത്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വീണ്ടും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 258 ഖണ്ഡികയിൽ 258 പാരഗ്രാഫിൽ ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടിയുടെ 3 പ്രഭാവങ്ങളല്ല,
പ്രത്യുത ഏക പ്രഭാവമാകുന്നു. പുതിയ നിയമത്തെ ആസ്പദമാക്കി സഭ ഏറ്റുപറയുന്നത് ഇപ്രകാരമാണ്: സർവ്വതും ആരിൽ നിന്നാകുന്നുവോ ആ ഏക ദൈവവും പിതാവുമായവൻ, സർവ്വതും ആരിലൂടെ ആകുന്നുവോ ആ ഏക കർത്താവുമായ യേശുക്രിസ്തുവും, സർവ്വതും ആരിലാകുന്നുവോ ആ ഏക പരിശുദ്ധാത്മാവും. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവൃത്തിയിൽ ഒന്ന് തന്നെയാണെന്ന് സഭ നമ്മളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണുകയും വിശ്വാസത്തിൻ്റെ കാതുകളിലൂടെ കേൾക്കുകയും ചെയ്യുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വാസമുറപ്പിക്കുകയും അക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നിരീശ്വരവാദികൾ, ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ത്രിത്വത്തെ പറ്റി വിശദീകരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ പലവിധ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു ഉപമ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ്. നമുക്കറിയാം, ഒരു കടലിലെ വെള്ളം ഒരു ചെറിയ കക്ക ഉപയോഗിച്ച് അത് കോരി ഒരു മണ്ണിൽ തന്നെ കുഴിയെടുത്തിട്ട് വറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അവനത് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അവനും ഏകദേശം ബോധ്യമുണ്ട്. പക്ഷേ അവനൊരു തീരാത്ത ആഗ്രഹമുണ്ട്, ഈ വെള്ളം ഞാൻ ഇങ്ങനെ കോരി വറ്റിക്കുമെന്നുള്ളത്. അതേപോലെയാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകളുടെ അല്ലാതെ അത് കാണാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നവർ. ഇതേപോലെ എത്രയൊക്കെ അതിൻ്റെ പിന്നിൽ കിടന്ന് പരിശ്രമിച്ചാലും ഏതൊക്കെ രീതിയിലൂടെ അതിൻ്റെ പുറകെ സഞ്ചരിച്ചാലും അവർക്ക് അതിന് മറുപടി കിട്ടുകയില്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. 261 പാരഗ്രാഫിൽ പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിനു മാത്രമേ ഇക്കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരാനും നമുക്ക് വെളിപ്പെടുത്തി തരാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ളത് ഏക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ അത് തന്നെയാണ് ഏറ്റു പറയുന്നത്. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തെണീറ്റ രക്ഷകനായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വന്ന് വാസമുറപ്പിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നീട് ഈ കൂട്ടർ, അതായത് നിരീശ്വരവാദികളും ക്രൈസ്തവ വിരോധികളും നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ അതായത് മാതാവിനെ ആരാധിക്കുന്നു, വിശുദ്ധരെ ആരാധിക്കുന്നു എന്നുള്ളത്. വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരാധിക്കുന്നത് ത്രിത്വത്തിൽ ഏകനായിരിക്കുന്ന ദൈവത്തിൽ മാത്രമാണ്. നമ്മൾ ആരാധിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ മാത്രമാണ്. നമ്മൾ ആരാധിക്കുന്നത് ഇന്നും സഭയിൽ നിരന്തരം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ആത്മാവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് മാതാവിനെ നമ്മൾ ആരാധിക്കുകയല്ല, മാതാവിനെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളനെ ആരാധിക്കുകയല്ല, അന്തോണീസ് പുണ്യാളനെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധരെ നമ്മൾ ആരാധിക്കുകയല്ല, അവരെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്. ആരാധനയും ആദരവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ മഹാത്മാഗാന്ധിയുടെ രൂപങ്ങൾ, ഫോട്ടോകൾ നമ്മൾ വെക്കാറുണ്ട്. മഹാത്മാഗാന്ധി നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് മഹാത്മാവായി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാപിതാവാണ് നമ്മുടെ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ സൂചകമായി നമ്മൾ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, പൊതുസ്ഥലങ്ങളിലൊക്കെ മഹാത്മാഗാന്ധിയുടെ രൂപം വെച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മാതാവും വിശുദ്ധരും എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ജീവിച്ച് മരിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോയവരാണ്. മാതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മാതാവ് ഈ ലോകത്തിലേക്ക് ദിവ്യകുമാരനെ, പുത്രനായ ദൈവത്തെ ഭൂമിയിലേക്ക് നൽകാൻ വേണ്ടി പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ഏക സ്ത്രീയാണ്. ഉത്ഭവഭാവമില്ലാതെ ജനിച്ച ഏക സ്ത്രീയാണ്. ആ മാതാവിനെ തൻ്റെ പുത്രൻ ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മാതാവിനെ കത്തോലിക്ക തിരുസഭയിൽ പ്രത്യേകം സ്ഥാനം കൊടുത്ത് സഭയുടെ മാതാവായി, നമ്മുടെ എല്ലാവരുടെയും സംരക്ഷകയായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മാതാവിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ആരാധിക്കുകയല്ല, മാതാവിനെ നമ്മൾ ആദരിക്കുകയാണ്. എല്ലാ വിശുദ്ധരും, നമുക്ക് രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധരുണ്ട്, അല്ലാതെയുള്ള വിശുദ്ധരുണ്ട്. ഈ വിശുദ്ധരെല്ലാം ദൈവത്തിൻ്റെ മാതൃക പിന്തുടർന്ന് ദൈവത്തിന് വേണ്ടി ജീവിച്ച് കടന്നുപോയവരാണ്. ഇവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും എന്നുള്ള വചനഭാഗമാണ്. നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധരെ പോലെ തന്നെ വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇവരെങ്ങനെ വിശുദ്ധരായി ജീവിച്ചു? അവർക്ക് ലഭിച്ച ജീവിതത്തിൽ സഹനങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടായപ്പോൾ, സാഹചര്യം അനുകൂലമായിരുന്നെങ്കിലും പ്രതികൂലമായിരുന്നെങ്കിലും അവർ ആ സമയങ്ങളെല്ലാം കർത്താവിന് വേണ്ടി സംസാരിച്ചു, കർത്താവിന് വേണ്ടി
ജീവിച്ചു. അങ്ങനെ അവർ രക്തസാക്ഷികളായി. സിസ്റ്റർ റാണി മരിയ ആയിരുന്ന സ്ഥലത്തിൽ കർത്താവിന് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ അവിടെ ആ റാണി മരിയ രക്തസാക്ഷിയായി തീർന്നു, വിശുദ്ധമായ ജീവിതം നയിച്ചു. വിശുദ്ധ അൽഫോൺസാമ കോൺവെൻറ്റിൻ്റെ ഉള്ളിലും സഹനങ്ങൾ സഹിച്ച് സഹനത്തിൻ്റെ പുത്രിയായി ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധിയായി മാറിയപ്പോഴും അൽഫോൺസാമയും സഹനത്തിലൂടെ ഈശോയെ സ്വീകരിച്ചതുകൊണ്ട് അൽഫോൺസാമയും വിശുദ്ധരുടെ പടകളും ചവിട്ടി. ഈ വിശുദ്ധരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് നന്നായി ജീവിച്ചാൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്കും വിശുദ്ധരാകാമെന്നാണ്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ ഈ വിശുദ്ധരുടെ രൂപങ്ങൾ വയ്ക്കുന്നു, അവരെ നമ്മൾ ആദരിക്കുന്നു. ഒരിക്കലും കത്തോലിക്ക തിരുസഭയിൽ ഒരു ആരാധനയും വിശുദ്ധർക്കോ മാതാവിനോ നമ്മൾ കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ആദരവ് മാത്രമാണ് വിശുദ്ധർക്കും മാതാവിനും സഭ കൊടുക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കുന്നവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ കാര്യങ്ങൾ നോക്കിക്കാണണം. സഭ നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ ദൈവമായ ഏക ദൈവത്തിൽ കത്തോലിക്ക തിരുസഭ വിശ്വസിക്കുന്നു. മറ്റ് മാലാഖമാരെയും വിശുദ്ധരെയും മാതാവിനെയും നമ്മൾ ആദരിക്കുന്നു. ഇവരെല്ലാം ദൈവത്തിലേക്കുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്, ഒരു പാലം മാത്രമാണ്. ഓരോ വിശുദ്ധൻ്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യുന്നത്. ആ വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത്. മാതാവിനോട് നമ്മൾ മധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത്. പിതാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് നമ്മൾ മധ്യസ്ഥം യാചിക്കുകയാണ്. നമുക്കുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താനുള്ള കുറുക്കു വഴികളാണ് ഓരോ വിശുദ്ധ ജീവിതങ്ങളും പരിശുദ്ധ മാതാവുമൊക്കെ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകാനായിട്ട്, പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം പരസ്യമായിട്ട് ഏറ്റുപറയാനായിട്ട്, ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട്, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട്, ഞങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെണീറ്റ ഇന്നും വിശുദ്ധ കുർബാനയിൽ ജീവിച്ചിരിക്കുന്ന ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് ചങ്കുറപ്പുണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് വാസമുറപ്പിക്കണം. ആ വാസമുറപ്പിക്കണമെങ്കിൽ വചനം നമ്മിൽ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യേശുവിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കും. ആ യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും നമ്മിൽ വന്ന് വാസമുറപ്പിക്കും. അങ്ങനെ വാസമുറപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ രഹസ്യം, അത് ത്രിത്വത്തിൻ്റെ രഹസ്യം പിതാവായ ദൈവം പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവ് ദൈവവും നമുക്കത് വെളിപ്പെടുത്തി തരും. നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മൾ എവിടെയായിരുന്നാലും, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, നമ്മൾ എവിടെയായിരുന്നാലും ആ സ്ഥലങ്ങളിൽ നമുക്ക് ലഭിച്ച വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഏക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനിയാണ് നമ്മളെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അടയുന്ന ചില സമയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. നമുക്ക് മാത്രമല്ല, ഈശോയുടെ കൂടെ സഞ്ചരിച്ച അപ്പോസ്തലന്മാർക്കും അത്തരത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പലപ്പോഴും അടഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന സമയത്ത് അവരറിയുന്നില്ല ഏക ദൈവമായ പുത്രനായ യേശോയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നവർ മനസ്സിലാക്കുന്നില്ല. അവരവിടെ പരിഭ്രാന്തപ്പെടുകയാണ്. ഇവർക്കുള്ള ഭക്ഷണം എവിടുന്ന് കൊടുക്കും? അത് അവരൊരു ടെൻഷനിലേക്ക് അവർ പോവുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, കടലിനെ ശാന്തമാക്കുന്ന സമയത്ത്, ആ സമയത്ത് വഞ്ചിയിൽ ഈശോ ഉണ്ടായിട്ടും അവർ മനസ്സിലാക്കുന്നില്ല ഏക ദൈവമായ യേശു ക്രിസ്തുവാണ് തങ്ങളുടെ കൂടെ ഉള്ളതെന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഈശോ മരിച്ചതിന് ശേഷവും എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ അറിയുന്നില്ല യേശു ഉയർത്തെണീറ്റിട്ടുണ്ട്, അവൻ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ഉയർത്തെണീറ്റിട്ടുണ്ടെന്ന് യേശു അവരുടെ കൂടെ സഞ്ചരിച്ചിട്ട് പോലും അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു അനുഭവം, ഈ ഒരു രീതി നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അനുദിനം ഈശോയുടെ ഓരോ പ്രസൻസും നമ്മൾ അനുഭവിച്ചിട്ടും, ഈശോയുടെ കുർബാന സ്വീകരണത്തിലൂടെ ആയാലും മറ്റ് ശുശ്രൂഷകളിലൂടെ ആയാലും കർത്താവിൻ്റെ കയ്യൊപ്പ് നമുക്ക് ലഭിച്ചിട്ടും കർത്താവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിക്കൊണ്ട് പലരും പല കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, ഈ സഭയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ, സഭയിൽ ഇങ്ങനെ ബഹുദൈവ ആരാധനകളാണല്ലോ, അല്ലെങ്കിൽ മാതാവിനെ വിശുദ്ധരെയൊക്കെ ആരാധിക്കുന്നവരാണല്ലോ. ഇത്തരത്തിലുള്ള ഒരു അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മളും പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ഈ സമയമൊക്കെ നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. തിരിച്ച് ദൈവത്തിലേക്ക് വന്നിട്ട് എൻ്റെ വിശ്വാസരാഹിത്യത്തെ കർത്താവെ എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. കാരണം വിശ്വാസരാഹിത്യം നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസരാഹിത്യം നമ്മുടെ തന്നെ ജീവിത അന്തസ്സിനെ താഴ്ത്തുന്നതാണ്. വിശ്വാസരാഹിത്യം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അത് കൊണ്ടുവരുന്നത് സാത്താൻ
സാത്താനാണ്. നമ്മളെപ്പോൾ വിശ്വാസരാഹിത്യം നമ്മളിലേക്ക് കടന്നു വരുന്നോ ആ സമയം തൊട്ട് സാത്താൻ നമ്മളിൽ കൂടുതലായിട്ട് കയ്യേറാൻ തുടങ്ങും. ആ സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ സാത്താൻ്റെ സാന്നിധ്യം കൂടി വരും. ആ സമയത്ത് വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മൾ മുഞ്ഞുകുത്തി താഴേക്ക് വീഴുകയും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് കടന്നു പോവുകയും നിരീശ്വരവാദത്തിലേക്കും ക്രിസ്തുമത വിരോധികളായിട്ടുമൊക്കെ നമ്മൾ മാറാനായിട്ട് നമ്മൾക്ക് ആ ഒരു ത്വര നമ്മളിലേക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിൻ്റെ കണ്ണുകളോട് കൂടെ നമ്മുടെ സഭയിലെ ശുശ്രൂഷകളെ കാണുവാനും പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസികളാണ് ക്രൈസ്തവരെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ മക്കളിൽ അത് പഠിപ്പിച്ച് ആ ഒരു വിശ്വാസത്തിൽ നമ്മുടെ കുടുംബങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, പലവരും പലവിധ വ്യാജ പ്രചരണങ്ങൾ ഉയർത്തുമ്പോൾ കത്തോലിക്ക സഭയിൽ ബഹുദൈവ ആരാധനയാണ്, പല ദൈവങ്ങളെ ആരാധിക്കുന്ന സമൂഹമാണ് എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഞങ്ങൾ നിശബ്ദരായി നിന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ നിസ്സംഗതരായി നിന്നു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനായിട്ട് വാക്കുകളില്ലാതെ പോയിട്ടുണ്ട്. ഈശോയെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് സഭ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പലപ്പോഴും അത് ബോധ്യത്തോടെ മനസ്സിലാക്കുവാനായിട്ട്, അത് ബോധ്യത്തോടെ അത് ഗ്രഹിക്കുവാനായിട്ട്, അത് പ്രഘോഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ ദൈവത്തിനെയും കൂട്ടുപിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലമായ ഓരോ സാഹചര്യങ്ങളിലും വിശ്വാസരാഹിത്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വീഴാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മ സാഹചര്യം അനുകൂലമായപ്പോഴും പ്രതികൂലമായപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ ജീവിച്ചതുപോലെ ഞങ്ങൾക്കും അതേ രീതിയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളോട് കൂടെയും നമ്മുടെ കുടുംബങ്ങളോട് കൂടെയും എപ്പോഴും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.